കൊങ്ങ് കൊങ്ങിനുണ്ടോ? നമ്മുടെ പോണേ ഞങ്ങളെ നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുന്നൊരു സാധനം കൊങ്ങ്. ഇത്താത്താൻ്റെ വീട്ടിൽ പോവാണ്. ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. വേറെ രണ്ട് താത്താരും കൂടി ഉണ്ട്, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ഫുൾ കുരങ്ങുകൾ. മമ്മു കുരങ്ങിനെ അവിടെ കാണില്ല. നമ്മുടെ നാട്ടിൽ അവിടെ കുരങ്ങില്ല, ചുരത്തിൽ കാണാന്നല്ലാണ്ട്. എവിടെ കൊങ്ങിന് പാച്ചത്തെ എവിടെ കൊങ്ങുണ്ട്? കൊങ്ങുതാ അവിടെ ചാടി കളിക്കുന്നുണ്ട്. അവിടെ ഉണ്ട് ചാടുന്നെല്ലാം കൂടി. കുരങ്ങിനല്ല നമുക്ക് പിന്നെയും കാണാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. നേരെ വെളുത്തു കഴിഞ്ഞാൽ കുരങ്ങ് വരുന്നൊരു സ്ഥലമാണ്. ഇക്കനാ ഇക്കനേതാ അവിടെ പോയിട്ട് കാണിച്ചു തരാം വീട്, താത്താൻ്റെ വീട്. മമ്മു ഇതാ ഒക്കത്ത് കയറി ഇരുന്നൂന്നറിയും. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ നടന്നിട്ടല്ല പോണത്. എന്തെങ്കിലും ചെറിയൊരു കാര്യം വാങ്ങണം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഒന്നിങ്ങനെ ഓട്ടോ ടൗണിൽ പോയി നേരെ ഓളെ വീട്ടിൽ പോയി. അപ്പം എന്താണ് മക്കളെ, നമ്മളെ ഈ ആഴ്ചത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇതാണ് എൻ്റെ നാട്. അവിടെ താഴെയാണ് എൻ്റെ വീട്. എൻ്റെ വീട് വിറ്റു കേട്ടോ, തറവാട് വീട് വിറ്റു. ഇന്നലെ വരുമ്പം കണ്ട വീട് വിറ്റു. അപ്പോൾ അത് സംബന്ധമായിട്ട് രേഖകളൊക്കെ ശരിയാക്കുമ്പോൾ എൻ്റെ പേര് ഷെമീന എന്നാണ്, ആധാരത്തിലില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ സംബന്ധമായിട്ട് ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ടുട്ടുമോളില്ല, കുട്ടു കോളേജിൽ പോയി അല്ലേ? ടുട്ടില്ലല്ലോ. ടുട്ടുമോളി കുട്ടുവിൻ്റെ ഉപ്പ വേറെയാണ്. 17 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ലവ് മാരേജ് ആയിരുന്നു. അത് ചീറ്റിപ്പോയി. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, ഡിവോഴ്സ് ആയിപ്പോയി. അപ്പം മോന് ഓർഡർ. അപ്പം അവളെൻ്റെ കൂടെ വന്നപ്പം 2 ദിവസം അവളെ ഉപ്പാൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയി. നാളെ വരും. കുട്ടു കോളേജിൽ പോയി. കുട്ടും അവിടെ നിന്നിരുന്നത്. ഒരു 5ാം ക്ലാസ് മുതൽ അവരവിടെ തന്നെ പഠിച്ചത്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ചേർത്താന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കൊണ്ടുവരഞ്ഞു. പക്ഷെ അവരിവിടെ തന്നെ നിന്ന് പഠിച്ചപ്പോൾ അവരവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അപ്പോൾ +2 വരെയും കൂടി ഇവിടെ നിൽക്കട്ടാണ് നിർത്തിയായിരുന്നു. പക്ഷെ ടുട്ടുമോക്ക് മൂക്കിന് ദശേൻ്റെ ഒരു ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ചെവി വേദന, കേൾവിക്കുറവ്, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഭയങ്കര തണുപ്പല്ലേ വയനാട്ടിലെ, ഈ ക്ലൈമറ്റിൽ നിന്ന് ഒന്ന് മാറിയിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയാം അയാളും +2, ഞാൻ പറഞ്ഞതാ +1 അവിടെ ചേർത്താണ്. അപ്പോൾ അവളെ ഫ്രണ്ട്സ് കാര്യങ്ങളായിട്ട് അവൾ 2 കൊല്ലം കൂടി നട്ട് ഇവിടെ നിന്നതാണ്. ലീവിന് വരും, ഞാനിങ്ങോട്ട് വരും, അങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളെ പഠനം തൽക്കാലം നിർത്തി വെച്ചിട്ട് എൻ്റെ കൂടെ നിർത്തിയത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ചേർത്തണം. മോൻ ഇവിടെ പഠിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എൻ്റെ തറവാട്ടിലും എൻ്റെ മക്കൾ നിൽക്കും, അവിടെ നിൽക്കും, പിന്നെ എൻ്റെ അടുത്ത് ലീവിന് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. എൻ്റെ മക്കൾ ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ട്. ബാക്കി കഥ പിന്നെ പറയാം. അതിൻ്റെ ഇടയിൽ പ്രൊഫഷണൽ ഓഫീസിൽ നിന്ന് പിന്നെ ഇത് വിളി വരികയല്ല, ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഇന്ന് രാവിലെ വിളിച്ചതാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് വിളിക്കാറുണ്ട്. നമ്പർ മാറി ടൈപ്പ് ചെയ്തു അവരോട്. ഇത് നമ്മൾ അജ്രക് ടോപ്പ് ഇട്ടാ, അജ്രക് ടോപ്പാണ്. പിന്നെ ഇത് അജ്രക് ടോപ്പാണ്. നെറ്റീസ് 7 to 10 days ഞാൻ ഇട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായർ ഞാൻ അവിടെ എത്തിയിട്ട് വേണം എനിക്ക് പാക്കാക്കി അയക്കാൻ. ഇത് ഞാൻ അവിടുന്ന് വരുമ്പം തന്നെ ഓർഡർ എടുത്ത സാധനം ആയതുകൊണ്ട് ഡിലേ ആക്കേണ്ടത് കാര്യം ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അവർ നമ്പർ മാറിപ്പോയി. അങ്ങനെ അത് കൊണ്ടുവന്നത് ഇത് ഇന്ന് രാത്രി പാക്കാക്കി അജ്രക് പ്രിന്റ് ഓർഡർ എടുത്തപ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ, ആകെ 20 പീസുകൾ. ഞാൻ ജസ്റ്റ് സാമ്പിൾ എടുത്തിട്ടാണ്, 20ഉം തീർന്നു. ഇനി നമുക്ക് ഇറക്കാം ഇൻഷാ അല്ലാ. പിന്നെ മാക്സി, ഷോൾ വിത്ത് മാക്സി കളക്ഷൻസ് ഇന്ന് വരും. നൈറ്റ് ഫോട്ടോ ഇടും, പക്ഷെ ഡിലേ ആവും എനിക്ക് അയക്കാൻ. ഞാൻ അവിടെ പോയിട്ട് അയക്കുള്ളൂ. അഥവാ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രോപ്പർട്ടീൻ്റെ ആ പേര് മാറ്റുന്ന സംബന്ധമായിട്ട് വന്നാണ്, ചിലപ്പോൾ നെക്സ്റ്റ് 10 daysനുള്ളിൽ രജിസ്ട്രേഷൻ നടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിൽക്കും. അപ്പം ഞാൻ എന്താക്കും, സാധനം ഇങ്ങോട്ടേക്ക് ആയിക്കോട്ടെ. അങ്ങനെ ഡിലേ അത്ര ആവില്ല, 7 to 8 days ഒക്കെ കിട്ടും. അപ്പം ഞാൻ എവിടെ പോവാണ്? താത്താനെ വിട്ട് പോവാണ്. അമ്മ, മമ്മു, ഇവരൊക്കെ ഉള്ളത്, വേറെ ആരുമില്ല. എന്നാ ശരി. വലൈക്കും സലാം. തല താത്തി ഞാൻ ക്യാമറ എടുത്തോ. എടാ ഞാനിപ്പോ യൂട്യൂബറാ, അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ക്യാമറ സലാം പറയുന്നതിന് മുമ്പേ ചുണ്ട് പോസാക്കാത്ത കൊണ്ട് പോയതാണ്. പോസാക്കിട്ട് വരും. ഇതാണ് എൻ്റെ താത്താൻ്റെ വീട്. ഇതാ കുഴപ്പമില്ല. താത്ത ഹായ് ഇക്ക പറയുമ്പോൾ ഹലോ ഗൈസ്. അപ്പോൾ എന്നാ ശരി, നീ ഇവിടെ കുറച്ചു നേരം ഉണ്ടാവും കേട്ടാ. വരുന്നാളി. ഇത് വേണ്ട, ഇത് മതി. മമ്മൂനെടുത്ത. അപ്പം ഞാൻ അതിൽ തന്നെ കഴിക്കാൻ നിൽക്കുക. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം.
ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം. ഇവിടുത്തെ നല്ല എല്ലായിടത്തും ഉണ്ടാക്കണ്ടായിരിക്കില്ലേ, പക്ഷെ നമ്മളവിടെ പിടിപ്പായസം എന്ന് പറയും. ആ, അത് മമ്മൂന് കൊടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കഴിക്കുന്നത്. അപ്പം ഇതാ ഇത് കാണിച്ചതാ, കാണിച്ചു കുടിക്കുന്ന കാണിച്ചു കൊടുക്കുന്നത്. ഇത് പിടിപ്പായസം എന്ന് പറയും. അരി കൊണ്ട് ഇങ്ങനെ പിടി ഉരുട്ടിയിട്ട് പിന്നെ നേന്ത്രക്കായൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലില്ലേ, വെള്ളം ഒരുക്കി പാരാ കാണിച്ചു കൊടുത്തോ. പിന്നെ നമ്മൾ ഇതാണ്ടാ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? ഉണ്ടാക്കണമെന്ന് പറയണ്ട, എന്നാലും ഉരുട്ടിയിട്ടില്ലേ, കൊറേ പറയാൻ കഴിയൂല. അതെ, അപ്പൊ ഇതാണ് സാധനം. ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി എന്താന്ന് വെച്ചാല് മറ്റേപോലെ വയറിന് കേടാവില്ല. വെല്ലാണ്, തേങ്ങാപ്പാലാണ്, വെല്ലാണ് അല്ലേ. പിന്നെ നമ്മൾ അരിപ്പൊടിയാണ്, പിന്നെ കുട്ടുന്ന പായസക്കടല അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. അല്ല മറ്റേത് സേമിയം, നെയ്യ്, പാലൊക്കെ വരുമ്പോ ചിലവർക്ക് വയറിന് പ്രശ്നമാണ്. അപ്പൊ അത് നല്ല സാധനമാണത്, ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. തിന്നാനായിട്ട് വന്ന പോലെയാണ് ഇപ്പൊ. ആദ്യം വന്നപ്പോ കഴിച്ചിപ്പോ ചോറിന് അമ്മ എന്താണ് മമ്മൂസ് ഏതായാലും നല്ല കളിയിലാ അല്ലേ മമ്മൂസേ? ഇതാ എണീച്ചാന്ന് കാക്കാവിളി. ഉച്ചക്കത്തെ ഫുഡടി വ്ളോഗ് മൊത്തം ഫുഡടിയാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി സ്ഥലങ്ങളിലൊക്കെ പിന്നെ കാണാം. ഇപ്പോൾ വന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്ത് കയറണം. സ്പെഷ്യല് പെരി പെരി മന്തി. നേരത്തെ നമ്മളൊരു പായസം കുടിക്കുന്നുണ്ടോ അല്ലേ? ഇപ്പം പെരി പെരി മന്തി തന്നെയാണ് കേട്ടോ. വ്ളോഗ് മൊത്തം ഫുഡടിയാണ് അറിയാം. മമ്മൂൻ്റെ ബേക്കിലോട്, മമ്മു പൂച്ചേനെ ബേക്കിലോടാണ്. അവിടെ ചോറ് കഴിക്കുന്ന അടുത്തത് കിട്ടിയോനെ. പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പൂച്ചേൻ്റെ ബേക്കിലാണ് മമ്മൂസ്. കഴിക്കട്ടെ. പകുതി തിന്നതിൻ്റെ എപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഓർമ്മ. ഇതിലുണ്ട്, ഞാൻ തിന്ന്. ഇതിലുണ്ട്, ഇതാ അവിടുത്തെ അടുത്താളെത്തി. 10th-ലാണല്ലേ നമുക്ക് ഇറങ്ങോ? ഹായ്, രണ്ടാളും ഒരേപോലെ ഉണ്ടാ? ഇങ്ങോട്ട് നോക്ക്. അതോ അതാണ് റിങ്കോ കാക്ക. ആരാ? ആ വീട്ടിൽ രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ. ഒരാളിത് അവിടെ, ഇതാ ഇയാള് ഒരൊറ്റ പെൺകുട്ടിയാണ്, ഒറ്റ മോളും 3 ബോയ്സുമാണ്. ഇതാ ഒരാളിതാ ഇവിടെ റാസി അഹമ്മദ്, ആളിവിടെ ഇല്ല, ഇയാളും ഇവിടെ ഇല്ല. സിറ്റൗട്ടിലിരുന്ന് ചായയും പക്കവടയും വൈകുന്നേരത്തെ കഴിക്കല്. വൈകുന്നേരത്തെ ചായ സൊറയും പറഞ്ഞുകൊണ്ട് എന്താണ് ചായക്ക് നല്ല സുഖം ഇവിടെ ഇരിക്കാല്ലേ. എങ്ങനെ ഇരുന്നിട്ട് കുടിക്കാൻ നല്ല സുഖം. അവിടെ ഓപ്പൺ ആയിട്ട് സിറ്റൗട്ടിൽ ഇരുന്ന് കുടിക്കുമ്പോൾ നല്ല രസമാണ്. പൈച്ച ഇതിലുണ്ട്. കാക്ക വരട്ടെ, കാക്ക ഇപ്പം ഇറങ്ങും. ഇതും കൂടി കഴിഞ്ഞ പിന്നെ രാത്രിക്കത്തെ ചോറ് നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് ഇറങ്ങട്ടോ. പക്കവട പറഞ്ഞ വരിക്കന്നെ ഞാൻ കേക്ക് കൊണ്ട് നിൽക്കണം. അപ്പോൾ കേക്ക് കട്ടിട്ട് ഒരാളും കൂടി വെയിറ്റ് ചെയ്യാണ്. ഒരാളിവിടെ ഇല്ല. അപ്പം വന്നിട്ട് കേക്ക് മുറിച്ചിട്ട് ഇറങ്ങാം.
ഇവർക്കിപ്പോൾ ഇതൊന്നും അറിയണ്ട, എല്ലാവർക്കും അല്ല കേട്ടോ. എൻ്റെ പാർസൽ എന്താ എത്താത്തേ, എൻ്റെ സാധനം എന്താ നിങ്ങൾ വിട്ടില്ലേ? ഞാൻ നാട്ടിലല്ലാറ് നിങ്ങളെന്താ വിടാത്ത, നിങ്ങളെന്താ ഷാൾ മാക്സ് വിടാത്ത, നിങ്ങളെന്താ എൻ്റെ സാധനം വിടാത്ത, എൻ്റെ എപ്പം പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അല്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അച്ഛനക്ക് പാക്കാക്കി അയച്ചുതരാം ഇൻഷാ അല്ലാ. ഇതാ അതിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി ഇത് വെട്ടിയിട്ട് തറവാട്ട് പോകണം, എന്നിട്ട് അവിടുന്ന് വേണം ഇരുന്നിട്ട് പാക്കാക്കാൻ. മമ്മൂതെന്താ ഇതെന്താ? ആ ആ എന്താ മോത്? ഹാപ്പി ടു യു കൊണ്ടുവന്ന് എന്താണ് മമ്മ? ഹാപ്പി ടു യു കൊണ്ടുവന്ന് മമ്മ. ഹാപ്പി ഡേ എഴുതിയാൽ മതിയെന്ന് നമുക്ക് അതിൽ. ഹാപ്പി ഡേ നമുക്ക് ഞായറാഴ്ച ഇത് എല്ലാവരും വരട്ടെ. ഇപ്പൊ കുറെ എണ്ണത്തിന്റെ കുറവുണ്ടല്ലോ. ഉമ്മ ആയിട്ടില്ല, ഉമ്മ ആയിട്ടില്ലാന്ന്. മുറിച്ചോളി. അമ്മച്ചി മുറിച്ചോ, എല്ലാരും മുറിച്ചോ. ഹാപ്പി ടു യു, ഹാപ്പി ഡേയ്സ്. ഹാപ്പി ഡേയ്സിന്റെ പാട്ടാടാ. അതെ, താങ്ക് യു പറ. പോയി വാരടാ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടുകൂടി ഷോൾ മാക്സിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓണത്തിനിടയിൽ പൊട്ട് കച്ചവടം എന്നുള്ള എല്ലാത്തിനും കൂടെ ഞാനിത് പറയും. ഷോൾ മാക്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത തിങ്കളാഴ്ച പാക്ക് ചെയ്ത് അയക്കണം. ഇന്നലെ ബുക്ക് ആക്കിക്കോളി.